എത്തിക്കൽ ഹാക്കിംഗ് ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയുടെ നോക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഷിംഗ് ടൂൾ എങ്ങനെ കോഡ് ചെയ്ത് ഉണ്ടാക്കാന്നാണ് ഈ വീഡിയോയുടെ നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു ഫിഷിംഗ് ടൂൾ വർക്ക് ആവുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ലാംഗ്വേജസ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ഫിഷിംഗ് ടൂൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ലാംഗ്വേജസ് എന്ന് പറയുന്നത്, ഒന്ന് HTML ആണ്, അത് വെബ് പേജ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. രണ്ടാമത്തേത് ജാവാസ്ക്രിപ്റ്റ് ആണ്. സെർവർ സൈഡിൽ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണ്. അതേപോലെ തന്നെ പോർട്ട് ഫോർവേഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ലോക്കൽ ടണൽ എന്ന് പറയുന്ന ഒരു സർവീസ് ആണ്. ഓക്കെ, അപ്പം ഇതിലൂടെ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു ഫിഷിംഗ് ടൂൾ വർക്ക് ആവുന്നതെന്ന്. അപ്പൊ നമുക്ക് ബിൽഡ് ചെയ്താൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഷിംഗ് ടൂൾ. ഓക്കെ, അപ്പൊ നമുക്ക് ബിൽഡ് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നോഡ് ജെഎസ് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, നോഡ് ജെഎസ് ഇൻസ്റ്റാൾ ചെയ്യുക. നോഡ് ജെഎസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് sudo apt ഇൻസ്റ്റാൾ Node.js. ഓക്കെ, Node.js എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജാവാസ്ക്രിപ്റ്റ് നിങ്ങളുടെ കാലിനസ് മെഷീനകത്ത് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് sudo apt ഇൻസ്റ്റാൾ npm ആണ്. ഓക്കെ, npm ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, npm ആവശ്യമുണ്ട്. ഓക്കെ, എക്സ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമുക്ക് npm ആവശ്യമുണ്ട്. sudo apt ഇൻസ്റ്റാൾ npm കൊടുക്കുക. ഓക്കെ, അപ്പൊ npm ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് sudo apt ഇൻസ്റ്റാൾ അല്ല, sudo npm sudo വേണ്ട, ജസ്റ്റ് നിങ്ങൾ npm ഇൻസ്റ്റാൾ എക്സ്പ്രസ്. ഓക്കെ, npm ഇൻസ്റ്റാൾ എക്സ്പ്രസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സ്പ്രസ് ജെഎസ് നിങ്ങളുടെ കാലിനസ് മെഷീനകത്ത് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. നെക്സ്റ്റ് ലോക്കൽ ടണൽ ഇൻസ്റ്റാൾ ചെയ്യണം. നമുക്ക് പോർട്ട് ഫോർവേഡിങ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ലോക്കൽ ടണൽ വെച്ചിട്ടാണ്. ഓക്കെ, ഇതിൽ നമുക്ക് രജിസ്ട്രേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, അതിനുവേണ്ടി npm ഇൻസ്റ്റാൾ -g ലോക്കൽ ടണൽ. ഓക്കെ, ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണ്, നമുക്ക് ഡെസ്ക്ടോപ്പിൽ പോവാം. cd ഡെസ്ക്ടോപ്പ്. ഓക്കെ, ഡെസ്ക്ടോപ്പിൽ വന്നു. നമുക്ക് ഇനി ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിനുവേണ്ടി mkdir പബ്ലിക് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാം, അതായത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, പബ്ലിക് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. എല്ലാ സുഹൃത്തുക്കളും നിങ്ങൾക്ക് കാണാൻ പറ്റും പബ്ലിക് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ഇവിടെ വന്നിട്ടുണ്ട്. പബ്ലിക് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതിനുള്ളിലോട്ട് പോവാം. എന്നിട്ട് ഇതിനുള്ളിലാണ് നമ്മൾ ഫിഷിംഗ് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആ ഒരു ഡയറക്ടറിക്കുള്ളിലോട്ട് പോകണം. അതിനുവേണ്ടി cd പബ്ലിക് കൊടുക്കുക, ചേഞ്ച് ഡയറക്ടറി പബ്ലിക്. ഓക്കെ, cd പബ്ലിക് കൊടുത്തു. ഇനി നമുക്കൊരു index.html ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി nano index.html. ഓക്കെ, index.html കൊടുക്കുക. അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള index.html ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരുപാട് സ്റ്റൈൽ ഒന്നും ചെയ്യുന്നില്ല, ബേസിക് ആയിട്ടുള്ള ഒരു പേജ്. ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു ഫിഷിംഗ് ടൂൾ വർക്ക് ആവുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ബേസിക് ആയിട്ടുള്ള ഒരു പേജ് ആണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഡോക്യുമെന്റ് ടൈപ്പ് HTML എന്ന് പറഞ്ഞ ടാഗ് കൊടുക്കണം. അപ്പൊ അതിനുവേണ്ടി ഈ ഒരു ടാഗ് കൊടുക്കും, എന്നിട്ട് ഈ ഒരു ചിഹ്നം കൊടുക്കും, എന്നിട്ട് ഡോക്യുമെന്റ് ടൈപ്പ് HTML എന്ന് കൊടുക്കും. അതായത് നമ്മുടെ ബ്രൗസറിനോട് പറയാണ് നമ്മുടെ ഡോക്യുമെന്റ് ടൈപ്പ് HTML ആണ്. ഇനി നമ്മൾ HTML കൊടുക്കും, HTML ടാഗ് കൊടുക്കും. ഇനി നമ്മൾ കൊടുക്കേണ്ടത് ഹെഡ് ആണ്. ഇതിനുള്ളിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിനുള്ളിൽ ഒരു സ്റ്റൈൽ ടാഗ് ഇടാം. ഓക്കെ, സ്റ്റൈൽ ടാഗ് ഇട്ടു. ഇനി നമുക്ക് ഈ സ്റ്റൈൽ ടാഗ് ക്ലോസ് ചെയ്യാം. ഓക്കെ, സ്റ്റൈൽ ടാഗ് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഹെഡ് ടാഗും ക്ലോസ് ചെയ്യാം. ഓക്കെ, ഹെഡ് ടാഗും ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്പ്ലേയിൽ എന്തൊക്കെ കാര്യങ്ങളാണോ കാണിക്കേണ്ടത് അതെല്ലാം നമ്മൾ ബോഡി എന്ന് പറഞ്ഞ ടാഗിനുള്ളിലാണ് എഴുതുന്നത്. ഓക്കെ, അപ്പൊ ബോഡി കൊടുക്കുക. നമുക്ക് ബോഡിയുടെ ക്ലോസ് ടാഗ് കൊടുക്കാം. ഓക്കെ, ബോഡിയുടെ ക്ലോസ് ടാഗ് കൊടുത്തു. ഇനി നമുക്ക് HTML ക്ലോസ് ടാഗും കൊടുക്കാം. ഓക്കെ, HTML ബോഡിയുടെ ക്ലോസ് ടാഗ് കൊടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ഫോം ടാഗ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ഫോം കൊടുക്കുക. ഫോം, അതായത് ഫോം HTML അത് ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫോം ടാഗ്. ഓക്കെ, ഫോം കൊടുത്തു. ഇനി നമുക്ക് ഫോം എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്തിട്ട് മാത്രമേ, ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഫോം എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ
ഫോം എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫോം ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെർവറിലോട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ഫോം കൊടുക്കുക. ഫോം കൊടുത്തിട്ട് നമ്മൾ ആദ്യം നെക്സ്റ്റ് ഫോം ടാഗ് കൊടുക്കും. ഫോം ടാഗ് കൊടുത്തിട്ട് നമ്മൾ ഇതിനുള്ളിൽ ഫസ്റ്റ് കൊടുക്കേണ്ടത് ആക്ഷൻ ആണ്. ഓക്കെ, ആക്ഷൻ ഇസ് ഈക്വൽ ടു ട്രാൻസ്മിറ്റ് കൊടുക്കുക. അതായത് നമ്മുടെ സെർവർ സൈഡിൽ നമ്മൾ സെർവറിൽ ഒരു പാത്ത് കൊടുക്കും. ആ ഒരു പാത്ത് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഞാനിവിടെ ട്രാൻസ്മിറ്റ് എന്നാണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഡേറ്റയെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതായത് സെൻഡ് ചെയ്യുകയാണ്. അതിനാണ് ട്രാൻസ്മിറ്റ് എന്ന് കൊടുത്തത്. മനസ്സിലാവാൻ വേണ്ടിയാണ് ട്രാൻസ്മിറ്റ് എന്ന് കൊടുത്തത്. ഇനി നമുക്ക് മെത്തേഡ് ആണ്, നമ്മൾ ഡേറ്റ സെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇവിടെ കൊടുക്കുന്നത് പോസ്റ്റ് മെത്തേഡ് ആണ്. ഓക്കെ, ഡേറ്റ സെൻഡ് ചെയ്യുകയായതുകൊണ്ട് നമ്മൾ പോസ്റ്റ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഒരു ഇൻപുട്ട് ഫീൽഡ് വേണം. യൂസർ നെയിം എൻ്റർ ചെയ്യാൻ ഒരു ഇൻപുട്ട് ഫീൽഡ് വേണം. യൂസർ നെയിം എൻ്റർ ചെയ്യാൻ ഒരു ഇൻപുട്ട് ഫീൽഡ് വേണം. അതേപോലെ തന്നെ പാസ്വേഡ് എൻ്റർ ചെയ്യാനും ഒരു ഇൻപുട്ട് ഫീൽഡ് വേണം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഫോം ടാഗ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഫോം ടാഗ് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഒരു ലേബൽ കൊടുക്കാം. ഓക്കെ, ലേബൽ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാം യൂസർ നെയിം എന്ന് കൊടുക്കാം. ഓക്കെ, യൂസർ നെയിം എന്ന് കൊടുത്തു. ഇനി നമുക്ക് ലേബൽ ടാഗ് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് എന്താണ് കൊടുക്കേണ്ടത്? യൂസർ നെയിം എൻ്റർ ചെയ്യാനുള്ള ഒരു ഇൻപുട്ട് ഫീൽഡ്, അതായത് ഇൻപുട്ട് ഫീൽഡ് വേണം. അപ്പൊ അതിനുവേണ്ടി ഇൻപുട്ട് കൊടുക്കും. ഇൻപുട്ട് ടാഗ് കൊടുക്കും. ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെസ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നെയിം കൊടുക്കണം. ഓക്കെ, നെയിം ഈസ് ഈക്വൽ ടു യൂസർ. ഈ ഒരു നെയിം എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടായിരിക്കും നമ്മൾ സെർവറിൽ ഇതിനെ ആക്സസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു ഡേറ്റ നമ്മൾ ഗെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു നെയിം എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ നെയിം ഈസ് ഈക്വൽ ടു യൂസർ നെയിം എന്ന് കൊടുക്കാം. ഈ ഒരു നെയിം നിങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കണം, കാരണം സെർവർ സൈഡിൽ നമ്മൾ നെയിം വെച്ചിട്ടായിരിക്കും ഈ ഒരു ഇൻപുട്ട് ഫീൽഡിലെ വാല്യൂവിനെ നമ്മൾ ഗെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നെയിം കൊടുത്തു. ഇനി നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? ലേബൽ കൊടുക്കാം. ഇനി നെക്സ്റ്റ് പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഫീൽഡ് വേണം. അപ്പൊ അതിനുവേണ്ടി ലേബൽ കൊടുത്തു. എന്നിട്ട് പാസ്വേഡ് എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ലേബൽ ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഇൻപുട്ട് ഫീൽഡ് വേണം പാസ്വേഡ് എൻ്റർ ചെയ്യാൻ വേണ്ടി. അതിനുവേണ്ടി ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു പാസ്വേഡ് കൊടുക്കാം. അതായത് പാസ്വേഡ് ആണ്. ഓക്കെ, ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു പാസ്വേഡ് കൊടുത്തു. നെക്സ്റ്റ് നമ്മളെ നെയിം കൊടുക്കണം. ഈ ഒരു നെയിം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വാല്യൂവിനെ സെൻഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു നെയിമിലായിരിക്കും ഡേറ്റ സെൻഡ് ആവുന്നത്. ഈ ഒരു നെയിം കൊടുക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടിയുടെ നെയിമിലായിരിക്കും നമുക്ക് ഡേറ്റ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ നെയിം ഈസ് ഈക്വൽ ടു സെർവർ സൈഡിൽ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഈ ഒരു HTML ടാഗിനകത്ത് നമ്മൾ ഇൻപുട്ട് ഫീൽഡിനകത്ത് നെയിം കൊടുക്കണം. ഓക്കെ, എങ്കിലും നമ്മൾ സെർവർ വെച്ചിട്ട് നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മളിവിടെ സെർവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട്. ഓക്കെ, അപ്പം നെയിം ഈസ് ഈക്വൽ ടു പാസ്വേഡ് കൊടുക്കാം. ഓക്കെ, നമ്മൾ സെർവർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തിനാണ് ഈ നെയിം കൊടുക്കുന്നതെന്ന്. അപ്പൊ അന്നേരം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇനി നമുക്കൊരു ബട്ടൺ വേണം. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേണം ഈ ഒരു ഡേറ്റ സെൻഡ് ആവാൻ വേണ്ടി. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്നത് ബട്ടൺ കൊടുക്കുക. ബട്ടൺ അല്ല, നമുക്ക് ഇൻപുട്ട് വെച്ച് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു സബ്മിറ്റ് കൊടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് വാല്യൂ കൊടുക്കണം. എന്താണോ ഈ ഒരു ബട്ടണുള്ളിൽ വരേണ്ട ടെസ്റ്റ്, അത് നമുക്ക് സബ്മിറ്റ് വേണ്ട. നമുക്ക് ലോഗിൻ എന്ന് കൊടുക്കാം. ഓക്കെ, ലോഗിൻ എന്ന് കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്കൊരു ബേസിക് ആയിട്ടുള്ള സ്റ്റൈൽ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ലേബൽ കൊടുക്കാം. ലേബല് ഫോണ്ട് സൈസ് നമുക്കൊരു 1 റം കൊടുക്കാം. ഓക്കെ, നമ്മൾ ബേസിക് ആയിട്ടുള്ള സ്റ്റൈലാണ് ചെയ്യുന്നത്. ഓക്കെ, കാരണം ഇപ്പോൾ ഞാനൊരു ഫേസ്ബുക്കിന്റെ വെബ് പേജ് ആണ്, ഫിഷിംഗ് വെബ് പേജ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അത്യാവശ്യം നല്ല സമയം എടുക്കും. ഓക്കെ, നല്ല സമയം എടുക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഫിഷിംഗ് വർക്ക് ആവുന്നതെന്ന് അറിയാൻ വേണ്ടി, ഫിഷിംഗ് ടൂൾ വർക്ക് ആവുന്ന അറിയാൻ വേണ്ടി ബേസിക് ആയിട്ടുള്ള ഒരു വെബ് പേജ് ആണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ലേബൽ കൊടുത്തു, ലേബൽ സ്റ്റൈൽ കൊടുത്തു. ഇനി നമുക്ക് ഇൻപുട്ടിന് സ്റ്റൈൽ ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ഇൻപുട്ട് എന്ന് പറഞ്ഞ ടാഗിന്റെ പേര് കൊടുക്കുക. അതിന്റെ ഒരു കർലി ബ്രാക്കറ്റ് കൊടുക്കുക. ഇതിനുള്ളിൽ നമുക്കൊരു പാഡിങ് കൊടുക്കണം. പാഡിങ് ഒരു 40 പിക്സൽ. ഓക്കെ, 40 പിക്സൽ കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഫോണ്ട് സൈസ് കൊടുക്കണം. അതിനുവേണ്ടി ഫോണ്ട് സൈസ് കൊടുക്കുക. ഫോണ്ട് സൈസ്
കൊടുക്കേണ്ടത് ഒരു 1 റം കൊടുക്കാം, ലേബലിന്റെ അതേ സൈസ് കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്തു, ഫിഷിംഗ് പേജ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിനെ സെർവർ വെച്ചിട്ടാണ്, ഇനി നമുക്ക് സെർവർ ആണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ സെർവർ ക്രിയേറ്റ് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു വെബ് പേജ്, ആർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള പേജാണ്, ആർക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, നിങ്ങൾ റിയൽ ലൈഫ് ചെയ്യുമ്പോൾ നിങ്ങൾ അത്യാവശ്യം സ്റ്റൈലൊക്കെ ചെയ്ത് കറക്റ്റ് എങ്ങനെ ഫേസ്ബുക്കിന്റെയാണ് ചെയ്യുന്നതെങ്കിൽ ഫേസ്ബുക്ക് എങ്ങനെയാണോ അതേ കണക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അവിടെ ഇത് സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ഓക്കെ, ഫോം ടാഗ് കൊടുക്കുക, അങ്ങനെ യൂസർ നെയിം കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ, അപ്പം നെയിം കൊടുക്കുക, യൂസർ നെയിം എന്നൊരു ഇൻപുട്ട് ഫീൽഡ്, പാസ്വേഡിന് ഒരു ഇൻപുട്ട് ഫീൽഡ്, പിന്നെ ഒരു ബട്ടൺ. അതേപോലെ തന്നെ സെർവറിനകത്തോട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി, സെർവർ വെച്ചിട്ട് നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നെയിം എന്ന് പറയുന്ന ഒരു ഇത് കൊടുക്കണം. നെയിം ഈസ് ഈക്വൽ ടു യൂസർ നെയിം എന്ന് കൊടുത്തു, നെയിം ഈസ് ഈക്വൽ ടു പാസ്വേഡ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ചെയ്യുക. ഇനി നമുക്ക് സെർവർ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ റിയൽ ലൈഫ് ചെയ്യുമ്പോൾ അത്യാവശ്യം സ്റ്റൈലൊക്കെ വെച്ചിട്ട് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ നിങ്ങളെ ബേസിക് ആയിട്ട് എങ്ങനെയാണ് ഒരു ഫിഷിംഗ് ടൂൾ വർക്ക് ആവുന്നതെന്ന് കാണിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടൂളാണ് ഇത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ബേസിക് ആയിട്ടുള്ള സ്റ്റൈലൊക്കെ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ബാക്ക് ഇറങ്ങാം. ഇനി നമുക്കൊരു സെർവറിന് ഒരു സ്ക്രിപ്റ്റ്, അതായത് സെർവർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ജാവ സ്ക്രിപ്റ്റ് കോഡ് എഴുതാൻ വേണ്ടി നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടി നാനോ server.js എന്ന് കൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പബ്ലിക് എന്ന് പറയുന്ന ഡയറക്ടറി server.js എന്ന് പറയുന്ന ഫയലും ഒരേ ഡയറക്ടറിയിലായിരിക്കണം. അപ്പൊ ഈ എന്റെ കേസിൽ അത് രണ്ടും ഡെസ്ക്ടോപ്പിലാണുള്ളത്. ഓക്കെ, അതുകൊണ്ട് സീനില്ല. ഓക്കെ, രണ്ടും വേറെ വേറെ ഡയറക്ടറിയിലായി പോകരുത്. അപ്പൊ നമുക്ക് നാനോ server.js കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളത്, ഫസ്റ്റ് നമുക്ക് എക്സ്പ്രസിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, എക്സ്പ്രസിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം, എക്സ്പ്രസ് ജേസിനെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി കോൺസ്റ്റ് എക്സ്പ്രസ് ഈസ് ഈക്വൽ ടു റിക്വയർ എക്സ്പ്രസ് കൊടുക്കുക. ഓക്കെ, എക്സ്പ്രസ് കൊടുത്തു. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത്, നമുക്ക് കോൺസ്റ്റ് ആപ്പ് എന്ന് പറയുന്ന വേരിയബിളിനുള്ളിൽ നമുക്ക് എക്സ്പ്രസിനെ സേവ് ചെയ്യാം. കോൺസ്റ്റ് ആപ്പ് ഈസ് ഈക്വൽ ടു എക്സ്പ്രസ് കൊടുക്കുക. ഓക്കെ, കോൺസ്റ്റ് ആപ്പ് ഈസ് ഈക്വൽ ടു എക്സ്പ്രസ് കൊടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ജേസൺ ആയിട്ട് നമുക്ക് പാസ് ചെയ്ത് ഡേറ്റ ഫെച്ച് ചെയ്യാൻ വേണ്ടിയൊക്കെ നമുക്ക് ഇതിവിടെ ആവശ്യമുണ്ട്, രണ്ട് മൊഡ്യൂളൂടെ ആവശ്യമുണ്ട്. അതാണ് രണ്ട് മിഡിൽ വെയർ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അതിനുവേണ്ടി app.use മിഡിൽ വെയർ ആണ് app.use express .json. ഓക്കെ, നമുക്ക് പാർസ് ചെയ്യാൻ വേണ്ടിയാണ്, ജേസൺ ആയിട്ടായിരിക്കും ഡേറ്റ വരുന്നത്, അതിനെ പാർസ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, ജേസൺ ആയിട്ട് പാർസ് ചെയ്ത് നമുക്ക് എടുക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ജേസൺ ആയിട്ട് പാർസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയാണ് express.json കൊടുത്തത്. നെക്സ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് app.use, നമ്മൾ ഫോമുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ കൊടുക്കേണ്ടതാണ് express.url encoded. ഓക്കെ, URL എൻകോഡ് കൊടുക്കുക, എന്നിട്ട് ഒരു കർലി ബ്രാക്കറ്റ് തുറക്കുക. ഇതിനുള്ളിൽ എക്സ്റ്റെൻഡഡ് ട്രൂ കൊടുക്കുക. ഓക്കെ, app.use express.url encoded extended true കൊടുത്തു. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ട എന്താണ്, നമ്മൾ അവിടെ ഒരു ഇത് കൊടുത്തായിരുന്നല്ലേ, അവിടെ നമ്മൾ ഒരു ഇത് കൊടുത്തായിരുന്നു. അതായത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്നത് മെത്തേഡ് ഈസ് ഈക്വൽ ടു പോസ്റ്റ് ആഷൻ ഈസ് ഈക്വൽ ടു ട്രാൻസ്മിറ്റ് എന്നാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്, നമ്മൾ ഇപ്പൊ ഇനി കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു ആഷൻ ഈസ് ഈക്വൽ ടു ട്രാൻസ്മിറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ഇനി കൊടുക്കാൻ പോകുന്നത്. അപ്പൊ അത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് app.post ആണ്. അതായത് ഡേറ്റയെ നമ്മൾ അവിടുന്ന് വരുന്ന ഫോമിൽ നമ്മൾ ഡേറ്റ സെൻഡ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പൊ അതിനാണ് പോസ്റ്റ് കൊടുത്തത്. പോസ്റ്റ് കൊടുത്ത് app.post കൊടുത്തിട്ട് നമ്മൾ അവിടെ ട്രാൻസ്മിറ്റ് എന്നാണ് കൊടുത്തത്. അപ്പൊ /transmit. ഓക്കെ, /transmit എന്ന് കൊടുത്തിട്ട് നമ്മൾ ഇനി ഒരു കോമ ഇട്ട് ഒരു ആരോ ഫംഗ്ഷൻ തുറക്കും. ഈ ഒരു ആരോ ഫംഗ്ഷനുള്ളിൽ രണ്ട് പാരാമീറ്റർ ഉണ്ട്, ഒന്ന് റിക്വസ്റ്റ്, രണ്ടാമത്തെ റെസ്പോൺസ് ആണ്. ഓക്കെ, അത് രണ്ടും കൊടുത്തു. ഇനി നമ്മൾ ഒരു ആരോ ഫംഗ്ഷൻ തുറക്കും, എന്നിട്ട് ഈ കർലി ബ്രാക്കറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ആ ഒരു ഡേറ്റയെ നമുക്ക് ഗെറ്റ് ചെയ്യണം അല്ലേ.
അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് വാർ കൊടുക്കാം. വാർ യൂസർ നെയിം ഈസ് ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് ബോഡി ഡോട്ട്, ഇവിടെ എന്താണ് കൊടുക്കേണ്ടത്? ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് പോയി കാണാൻ പറ്റും, ഇതിനാണ് നമ്മൾ നെയിം എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്തത്. അപ്പോൾ ഇവിടെ വരുന്നത് നമ്മൾ ഇതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസർ നെയിം എന്ന് പറയുന്ന ഈ ഒരു നെയിം ആണ് യൂസ് ചെയ്യേണ്ടത്. നെയിം കൊടുത്തേക്കുന്നത് യൂസർ നെയിം എന്നാണ്. അപ്പം അതിനുവേണ്ടി നമുക്ക് യൂസർ നെയിമിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് യൂസർ നെയിം എന്ന് പറയുന്ന നെയിമാണ് കൊടുക്കേണ്ടത്. കാരണം നമ്മൾ ഇവിടെ നെയിം കൊടുത്തേക്കുന്നത് യൂസർ നെയിം എന്നാണ്. അപ്പൊ അതിനുവേണ്ടി റിക്വസ്റ്റ് ഡോട്ട് ബോഡി ഡോട്ട് യൂസർ നെയിം എന്ന് കൊടുക്കുക. ഓക്കെ, അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് പാസ്വേഡ് ആണ്. അപ്പൊ അതിനുവേണ്ടി വാർ പാസ്വേഡ് ഈസ് ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് ബോഡി ഡോട്ട് വാർ പാസ്വേഡ് ഈസ് ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് ബോഡി ഡോട്ട് പാസ്വേഡ്. ഓക്കെ, നമ്മൾ അത്രയും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ കൺസോളിൽ കാണിക്കണം. അപ്പൊ അതിനുവേണ്ടി കൺസോൾ, അതായത് ഔട്ട്പുട്ടിൽ കാണിക്കണം. കൺസോൾ ഡോട്ട് ലോഗ് യൂസർ എൻട്രി ചെയ്യുന്ന, അതായത് ഫിഷിംഗ് വെബ് പേജ് സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരാൾ എൻട്രി ചെയ്യുന്ന യൂസർ നെയിം പാസ്വേഡ് നമുക്ക് നമ്മുടെ ടെർമിനലിൽ അറിയണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ബാക്ക് ടിക്ക് കൊടുക്കും. ബാക്ക് ടിക്ക് കൊടുത്തിട്ട് യൂസർ നെയിം എന്ന് കൊടുക്കും. യൂസർ നെയിം സ്ട്രിങ്ങിനെ വേരിയബിൾ നിങ്ങൾ ഒരുമിച്ച് എഴുതാൻ വേണ്ടിയാണ്. ടെംപ്ലേറ്റ് ലിറ്ററൽ ആണെന്ന് ഇതിന് പറയുന്നത്. ഓക്കെ, ടെംപ്ലേറ്റ് ലിറ്ററൽ. ഓക്കെ, യൂസർ നെയിം കൊടുത്തിട്ട് നമ്മൾ ഒരു വേരിയബിൾ എഴുതാൻ വേണ്ടി ഈ ഒരു ഡോളർ സൈൻ കൊടുക്കും. എന്നിട്ട് കർലി ബ്രാക്കറ്റ് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് യൂസർ നെയിം ആണ്. ഓക്കെ, യൂസർ നെയിം എന്ന് പറഞ്ഞ ഈ ഒരു വേരിയബിൾ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇനി നമുക്ക് കൊടുക്കേണ്ടത് ഒരു \n കൊടുക്കുക. ഇനി നമുക്ക് കൊടുക്കേണ്ടത് പാസ്വേഡ് ആണ്. പാസ്വേഡ് വീണ്ടും നമ്മൾ ഈ ഒരു ഡോളർ സൈൻ കർലി ബ്രാക്കറ്റ് ഇതിനുള്ളിൽ നമ്മൾ പാസ്വേഡ് കൊടുക്കും. ഓക്കെ, പാസ്വേഡ് കൊടുത്തു. അപ്പൊ അത്രയും കാര്യങ്ങൾ സെറ്റ്. ഇനി നമുക്ക് ബാറ്ററി ക്ലോസ് ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇത്രയും ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ ഒരു പോർട്ടിലോട്ട് ലിസൺ ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി കോൺസ്റ്റ് പോർട്ട് ഈസ് ഈക്വൽ ടു പ്രോസസ് ഡോട്ട് env ഡോട്ട് പോർട്ട്. ഓക്കെ, ഒരു പോർട്ട് തരുവാണെങ്കിൽ നമ്മൾ ആ ഒരു പോർട്ട് ഉപയോഗിക്കും. ഇല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 2000 ആണ്. ഓക്കെ, 2000 പോർട്ടിലാണ് ഇത് റൺ ആവുന്നത്. ഇനി നമുക്ക് ഇതിനെ ലിസൺ ചെയ്യണം. ഓക്കെ, ഈ ഒരു സെർവറിനെ ലിസൺ ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ആപ്പ് ഡോട്ട് ലിസൺ, ഇതിനുള്ളിൽ നമ്മൾ പോർട്ട് കൊടുക്കും. എന്നിട്ട് ഒരു ആരോ ഫംഗ്ഷൻ തുറക്കും. ആരോ ഫംഗ്ഷൻ തുറന്നിട്ട് കർലി ബ്രാക്കറ്റ് തുറക്കും. ഓക്കെ, ഇത് ചെറുതാക്കാം. നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ എഴുതാറുണ്ട്. ഓക്കെ, കുറച്ച് കാര്യങ്ങളോട് എഴുതാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെറുതാക്കാം. ഓക്കെ, ആപ്പ് ഡോട്ട് ലിസൺ പോർട്ട് കൊടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ കൺസോളിൽ കാണിക്കണം. കൺസോൾ ഡോട്ട് ലോഗ് നമ്മൾ ബാറ്റിക്ക് കൊടുക്കും. എന്നിട്ട് സെർവർ ഈസ് റണ്ണിങ് ഓൺ, സെർവർ ഈസ് റണ്ണിങ് ഓൺ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡോളർ സൈൻ കൊടുക്കും. ഡോളർ സൈൻ കൊടുത്തിട്ട് ഇതിനുള്ളിൽ നമ്മൾ കൊടുക്കേണ്ടത് സെർവർ ഈസ് റണ്ണിങ് ഓൺ പോർട്ട് കൊടുക്കും. പോർട്ട് എന്ന് പറയുന്ന വേരിയബിൾ കൊടുക്കും. ഓക്കെ, അപ്പൊ അത്രയും ചെയ്തു. ഓക്കെ, അത്രയും ചെയ്തു. ഇനി നമുക്ക് എന്താണ് കൊടുക്കേണ്ടത്? നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ കാലിനസ് മെഷീനിലെ ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഒരു മൊഡ്യൂൾ ആവശ്യമുണ്ട്. ആ ഒരു മൊഡ്യൂൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതിനുവേണ്ടി കോൺസ്റ്റ് ഈ ഒരു ഒബ്ജക്റ്റ് തുറക്കും. അതിനുള്ളിൽ ESEC. ഓക്കെ, ESEC എന്ന് വെച്ചാൽ എക്സിക്യൂട്ട് എന്നാണ്. ഓക്കെ, എക്സിക്യൂഷൻ എന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ എക്സിക്യൂട്ട് എന്ന് പറയാം. ഈസിക്കൽ ടു റിക്വയർ. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കാലിനസിന് അതിലെ കമാൻഡ് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ കൊടുക്കേണ്ടത് ചൈൽഡ് പ്രോസസ് ആണ്. ഓക്കെ, ചൈൽഡ് അണ്ടർസ്കോർ പ്രോസസ്. ഓക്കെ, ചൈൽഡ് പ്രോസസ് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമുക്കൊരു ടണൽ വേണം അല്ലേ? നമുക്കൊരു ടണൽ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ടണൽ നമുക്ക് പോർട്ട് ഫോർവേഡിങ് ചെയ്യണം. ഓക്കെ,
ഈ ഒരു സ്ക്രിപ്റ്റ് ഈ ഒരു സെർവർ റൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പോർട്ട് ഫോർവേഡിങ് ചെയ്തിട്ട് അവർ ലിങ്ക് നമുക്ക് കിട്ടണം. ഓക്കെ, പോർട്ട് 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 ഫോർവേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കലീനസ് മെഷീനിൽ റൺ ചെയ്യുന്ന വെബിനെ നമുക്ക്, അതായത് വെബ് പേജിനെ നമ്മൾ ഇന്റർനെറ്റിനകത്തോട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇന്റർനെറ്റിനകത്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പോർട്ട് ഫോർവേഡിങ് ചെയ്യുന്നത്. അപ്പൊ ടണൽ ഈസ് ഈക്വൽ ടു നമ്മൾ ഇവിടെ സേവ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഒബ്ജക്റ്റിനകത്ത് സേവ് ചെയ്തിരിക്കുന്ന വേരിയബിൾ എന്ന് പറയുന്നത് അത് നമ്മളിവിടെ ESEC എന്നാണ് കൊടുത്തത് അല്ലേ. അപ്പം ESEC കൊടുക്കുക. ESEC കൊടുത്തിട്ട് ESEC എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊടുക്കുക. ഇതിനുള്ളിൽ നമ്മൾ എന്ത് കമാൻഡ് ആണോ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു കമാൻഡ്. അപ്പോൾ നമ്മൾ ലോക്കൽ ടണൽ നമുക്ക് റൺ ചെയ്യാൻ വേണ്ടി അപ്പൊ LT ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, LT -പോർട്ട്. ഓക്കെ, കലീനസിന്റെ ടെർമിനലിൽ നമ്മൾ കമാൻഡ് എൻ്റർ ചെയ്യത്തില്ല. ആ ഒരു കമാൻഡ് തന്നെ നമ്മൾ ഇവിടെ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, അതിനുവേണ്ടിയാണ് ഈ ഒരു ചൈൽഡ് പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. LT -പോർട്ട്. നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പോർട്ട് എന്ന് പറഞ്ഞാൽ 2000 ആണ്. അപ്പൊ 2000 കൊടുക്കുക. ഓക്കെ, അപ്പൊ അത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഇത്രയും ചെയ്തത്. ഇനി നമുക്ക് ഈ ഒരു കമാൻഡിന്റെ ഔട്ട്പുട്ട് ഇടണം. നമ്മൾ കലീനസ് മെഷീനകത്ത് നമ്മൾ ടെർമിനലിനകത്ത് ഈ ഒരു കമാൻഡ് കൊടുക്കാൻ നേരത്ത് നമുക്ക് ഒരു ഔട്ട്പുട്ട് വരുമല്ലോ. ഈ ഒരു കമാൻഡിന്റെ ഔട്ട്പുട്ട് വരുമല്ലോ. ആ ഒരു ഔട്ട്പുട്ടിന് നമുക്ക് ഗെറ്റ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ഈവന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ESEC എന്ന് പറഞ്ഞ ഫംഗ്ഷൻ സേവ് ചെയ്ത് വെച്ചേക്കുന്നത് ടണൽ എന്ന് പറയുന്ന വേരിയബിളിനകത്താണ്. അപ്പൊ നമ്മൾ കൊടുക്കേണ്ടത് ടണൽ ഡോട്ട് std ഔട്ട്, അതായത് കമാൻഡിന്റെ ഔട്ട്. ഓക്കെ, std ഔട്ട് ഡോട്ട് ഓൺ. നമ്മൾ ഇതിനുള്ളിൽ ഡേറ്റ എന്ന് പറഞ്ഞ ഈവന്റ് കൊടുക്കും. ഡേറ്റ, എന്നിട്ട് ഒരു കോമ എടുക്കും. എന്നിട്ട് ഇതിനുള്ളിൽ നമ്മൾ എന്നിട്ട് ഒരു ആരോ ഫംഗ്ഷൻ തുറക്കും. ഈ ഒരു ആരോ ഫംഗ്ഷനുള്ളിൽ നമ്മൾ ഡേറ്റ എന്ന് പറയുന്ന പാരാമീറ്റർ കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഈ ഒരു ആരോ ഫംഗ്ഷന്റെ കേർലി ബ്രാക്കറ്റ് നമ്മൾ തുറക്കും. എന്നിട്ട് നമ്മൾ console.log ആ ഒരു ലിങ്ക്, ആ ഒരു പോർട്ട് ഫോർവേഡിങ് ചെയ്ത് കിട്ടുന്ന ആ ഒരു ലിങ്ക് നമ്മൾ ഇവിടെ കൊടുക്കും. ആ ഒരു ലിങ്ക് വരുന്നത് ഡേറ്റ എന്ന് പറയുന്ന ഇതിനാണ്. ഡേറ്റ എന്ന് പറയുന്ന ഈ ഒരു പാരാമീറ്ററിലാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഡേറ്റ കൊടുക്കും. ഓക്കെ, അത്രയും ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇറർ എന്തെങ്കിലും വരുവാണെങ്കിൽ അത് നമുക്ക് ഡിസ്പ്ലേ കാണിക്കണം. അപ്പൊ അതിന് വേണ്ടി ടണൽ ഡോട്ട് std err എന്ന് ഉദ്ദേശിക്കുന്നത് std ഇറർ ആണ്. ഓക്കെ, ഡോട്ട് ഓൺ. ഇതിനുള്ളിൽ നമ്മൾ കൊടുക്കേണ്ടത് ഡേറ്റയാണ്. ഡേറ്റ കൊടുക്കുക. വന്നിട്ട് വീണ്ടും നമ്മൾ ഡേറ്റ എന്ന് പറഞ്ഞ പാരാമീറ്റർ കൊടുത്തിട്ട് ഒരു ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇതിനുള്ളിൽ കൊടുക്കേണ്ടത് കൺസോൾ ഡോട്ട് ഇറർ. നമ്മൾ ഇതിനുള്ളിൽ ഡേറ്റ കൊടുക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് അല്ലാതെ വരുന്ന ഇറർ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഹാൻഡിൽ ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ടണൽ ഡോട്ട് ഓൺ. ഇതിനുള്ളിൽ നമ്മൾ ഇറർ എന്ന് പറഞ്ഞ ഈവന്റ് കൊടുക്കും. ഇറർ, എന്നിട്ട് നമ്മൾ ഇറർ കൊടുക്കും. എന്നിട്ട് നമ്മൾ വീണ്ടും ആരോ ഫംഗ്ഷൻ തുറക്കും. ഇതിനുള്ളിൽ നമ്മൾ അപ്പം ഇതിനുള്ളിൽ നമ്മൾ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടണൽ ഡോട്ട് ഇറർ. നമ്മൾ ഇതിനുള്ളിൽ കൺസോൾ ഡോട്ട് ഇറർ നമ്മൾ ERR കൊടുക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തോ ചെയ്തു, നമ്മൾ ഒരു സെർവറെ ക്രിയേറ്റ് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ കാലീനസ് മെഷീനകത്ത് ടെർമിനൽ എക്സിക്യൂട്ട് ചെയ്യുന്ന പോലെ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചൈൽഡ് പ്രോസസ് ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ പോർട്ട് ഫോർവേഡിങ്ങിന്റെ കോഡ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, നമ്മൾ ഈ സെർവർ റൺ ചെയ്യുമ്പോൾ നമുക്ക് പോർട്ട് ഫോർവേഡിങ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ലിങ്ക് കിട്ടും. ഓക്കെ, ആ ഒരു ലിങ്ക് LT -പോർട്ട് 2000 എന്ന് പറയുമ്പോൾ നമ്മുടെ കാലീനസ് മെഷീൻ അത് 2000 എന്ന് പറഞ്ഞ പോർട്ടിൽ ഈ ഒരു സെർവർ 2000 എന്ന് പറഞ്ഞ പോർട്ടിലാണ് റൺ ആവുന്നത്. ഓക്കെ, ആ ഒരു വെബ് പേജ് 2000 എന്ന് പറഞ്ഞ പോർട്ടിലായിരിക്കും നമ്മൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്, പോർട്ടിലായിരിക്കും റൺ ആവുന്നത്. ആ ഒരു പോർട്ടിന് നമ്മൾ LT -പോർട്ട് 2000 എന്ന് കൊടുത്ത് നമ്മൾ ഈ ഒരു കമാൻഡ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ എന്തോ പറ്റും, ഈ ഒരു 2000 എന്ന് പറഞ്ഞ പോർട്ടിൽ റൺ ചെയ്യുന്ന ഈ ഒരു
വെബ് പേജിനെ നമുക്ക് ഇന്റർനെറ്റിലോട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇന്റർനെറ്റിൽ എവിടെ വേണേലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ ഒരു കമാൻഡിന്റെ ഔട്ട്പുട്ടിനെ നമ്മൾ ഡാറ്റ എന്ന് പറഞ്ഞ ഇവന്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഗെറ്റ് ചെയ്യും. എന്നിട്ട് ആ ഒരു ലിങ്ക് ആയിരിക്കും ഡാറ്റ എന്ന് പറയുന്ന ഈ ഒരു പാരാമീറ്ററിൽ വരിക. ആ ഒരു ലിങ്കിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കും. console.log ഡാറ്റ കൊടുക്കുക. എന്തെങ്കിലും ഇറർ വരുവാണെങ്കിൽ അതും നമ്മൾ ഡാറ്റ എന്ന് പറഞ്ഞ ഇവന്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഗെറ്റ് ചെയ്യും. എന്നിട്ട് std ഇറർ ആണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? ഇറർ വരാൻ വേണ്ടി. std ഔട്ട് ആണ് കമാൻഡിന്റെ ഔട്ട്പുട്ട് വരുന്നത്. std ഇറർ എന്ന് പറയുന്നത് കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വരുന്ന ഇറർ ആണ്. ഓക്കെ, അതിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ്. അതിനെ നമ്മൾ ഡാറ്റ ഇവന്റ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അല്ലാതെ എന്തെങ്കിലും ഇറർ വരുവാണെങ്കിൽ അതിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഇറർ എന്ന് പറഞ്ഞ ഇവന്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കാര്യം ഇവിടെ കൊടുക്കാറുണ്ട്. അതായത് നമ്മൾ കൊടുക്കാനുള്ളത് ഒരു മിഡിൽ വെയർ കൂടെ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ആപ്പ് ഡോട്ട് യൂസ് നമ്മൾ ഇതിനുള്ളിൽ കൊടുക്കേണ്ടത് എക്സ്പ്രസ് ഡോട്ട് സ്റ്റാറ്റിക്. ഓക്കെ, എക്സ്പ്രസ് ഡോട്ട് സ്റ്റാറ്റിക് കൊടുക്കുക. ഇതിനുള്ളിൽ നമ്മൾ മുമ്പ് ക്രിയേറ്റ് ചെയ്ത ഒരു ഡയറക്ടറി ഇല്ലേ, ആ ഒരു index.html ഫയലുള്ള അത് കൊടുക്കുക. അപ്പൊ അതെന്ന് പറയുന്നത് പബ്ലിക് എന്ന് പറഞ്ഞ ഡയറക്ടറിക്കുള്ളിലാണ്, അതും ഡെസ്ക്ടോപ്പിനുള്ളിൽ തന്നെയാണോ ഉള്ളത്. ഓക്കെ, അത് കൊടുക്കുക. ഇനി സേവ് ചെയ്യുക. ഓക്കെ, സേവ് ചെയ്തിട്ട് ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് റൺ ചെയ്യാൻ വേണ്ടി സെർവർ റൺ ചെയ്യാൻ വേണ്ടി നോട്ട് സെർവർ ഡോട്ട് ജെയ്സൺ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ സെർവർ റൺ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് URL കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പോർട്ട് ഫോർവേഡിങ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു URL കിട്ടിയിട്ടുണ്ട്. ഈ ഒരു URL കോപ്പി ചെയ്യുക. നിങ്ങൾ റിയൽ ലൈഫ് ചെയ്യുമ്പോൾ ഒരിക്കലും ലോക്കൽ ടണൽ യൂസ് ചെയ്യരുത്. പകരം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് NG-Rocko അല്ലെങ്കിൽ NG-Rocko അല്ലെങ്കിൽ Servier.netോ ഇതൊക്കെ യൂസ് ചെയ്യുക. ഓക്കെ, ക്ലൗഡ് ഫ്ലെയർഡോ ഇതിൽ ഏതെങ്കിലും യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു ലിങ്ക് ഇവിടെ കൊണ്ടൊന്ന് കോപ്പി ചെയ്യാം. നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ എവിടെ വേണമെങ്കിലും നിന്നിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് ആക്സസ് ചെയ്തിട്ട് യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറ്റും യൂസറിന്. ഓക്കെ, അതായത് വിക്ടിമിന് എവിടെ നിന്ന് വേണമെങ്കിലും ഈ ഒരു വിക്ടിമിന് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വിക്ടിമിന്റെ നെറ്റ്വർക്ക് ഏതാണെങ്കിലും വിക്ടിമിന് ഈ ഒരു വെബ് പേജ് കിട്ടുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഇതാണ് ലോക്കൽ ടണലിന്റെ വിഷയം എന്ന് പറയുന്നത്. അതായത് പാസ്വേഡ് ചോദിക്കും. ഓക്കെ, പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആളുടെ IP ആണ്. അപ്പൊ അത് എടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മൈ ടണൽ പാസ്വേഡ് എന്ന് പറഞ്ഞ ഒരു ലിങ്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു IP കാണാൻ പറ്റും. ആ ഒരു IP അതേപടി കോപ്പി ചെയ്യുക. അതേപോലെ കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ വരിക. ഇവിടെ വന്നിട്ട് നിങ്ങൾ ആ ഒരു IP ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ക്ലിക്ക് ഓൺ സബ്മിറ്റ് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ലോഗിൻ പേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഞാൻ ഒരുപാട് സ്റ്റൈൽ ഒന്നും യൂസ് ചെയ്തിട്ട് നിങ്ങൾ റിയൽ ലൈഫ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യണം. ഓക്കെ, ഞാനിപ്പോ ഒരു നെയിം കൊടുക്കുകയാണ്, യൂസർ നെയിം കൊടുക്കുകയാണ്. യൂസർ നെയിം കൊടുത്തിട്ട് പാസ്വേഡ് 1 2 3 4 5 6 7 8 കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ലോഗിൻ കൊടുക്കുകയാണ്. ഓക്കെ, ലോഗിൻ കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ടെർമിനലിൽ പോയി നോക്കാം നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയോന്ന്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിനി വേറെ ഒരെണ്ണം കൊടുത്തു നോക്കാം. ഓക്കെ, ഞാൻ വേറൊരു യൂസർ നെയിം കൊടുത്തു. എന്നിട്ട് പാസ്വേഡ് ഹാക്കർ എന്ന് കൊടുത്തു. ഇനി നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, സബ്മിറ്റ് ചെയ്തു. ഇനി നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ടാമത്തെ യൂസർ നെയിം പാസ്വേഡ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഫിഷിംഗ് ടൂൾ വർക്ക് ആവുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ പോർട്ട് ഫോർവേഡിങ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ ഫിഷിംഗ് ടൂൾ വർക്ക് ആവുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു സർവീസ് റൺ ആവും നമ്മുടെ സർവീസിൽ, നമ്മുടെ ഡിവൈസിൽ ഒരു സർവീസ് റൺ ആവും. എന്നിട്ട് ആ ഒരു സർവീസിനെ നമ്മൾ എന്തോ ചെയ്യും, ലോക്കൽ പോർട്ട് ഫോർവേഡിങ് ചെയ്തിട്ട് നമ്മൾ ഇന്റർനെറ്റിനകത്തോട്ട് കൊടുക്കും. ഓക്കെ, ഇന്റർനെറ്റിൽ എവിടെ വേണമെങ്കിലും നിന്ന് വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ പോർട്ട് ഫോർവേഡിങ് ചെയ്യും. അപ്പൊ ആ ഒരു പോർട്ട് ഫോർവേഡിങ് ചെയ്തിട്ടാണ് നമ്മൾ നമുക്ക് ആ ഒരു ഇത് കിട്ടുന്നത്, ആ ഒരു യൂസർ നെയിമും പാസ്വേഡും കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിചാരിക്കുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു ടൂളാണ്. ഓക്കെ, ഒരുപാട് വലിയ കോഡൊന്നും എഴുതിയിട്ടില്ല. നമുക്ക് വേറൊരു യൂസർ നെയിം കൂടെ കൊടുത്തു നോക്കാം. ഓക്കെ, വേറൊരു യൂസർ നെയിം കൊടുത്തു. നമുക്ക് പാസ്വേഡ് ABCDEF കൊടുക്കാം. ഓക്കെ, ABCDEF കൊടുത്തു. എന്നിട്ട് നമുക്ക് ലോഗിൻ കൊടുക്കാം. നമുക്ക് പാസ്വേഡ് വന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു യൂസർ നെയിം പാസ്വേഡ് നമുക്ക് നമ്മുടെ ടെർമിനലിൽ കിട്ടിയിട്ടുണ്ട്.
അപ്പം ഇത് നിങ്ങൾക്ക് ഏത് നെറ്റ്വർക്കിൽ നിന്ന് വേണേലും നമുക്ക് ഇതിനെ ഈ ഒരു വെബ് പേജിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഷിംഗ് ടൂൾ. ഇത് കാലിനസ് മെഷീനകത്ത് എളുപ്പത്തിന് വേണ്ടി ഞാൻ കാണിച്ചതാണ്. നിങ്ങൾക്ക് വേറെ ഏത് ഡിവൈസ് ഫോണിനകത്തോ എവിടെ നിന്ന് വേണേലും നിങ്ങൾക്ക് ഈ യൂസർ നെയിം പാസ്വേഡും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ടെർമിനലിൽ കിട്ടും. ഓക്കെ, ഈ ഒരു ലിങ്ക് ആർക്കെങ്കിലും സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ലിങ്കിൽ കയറിയിട്ട് യൂസർ നെയിം പാസ്വേഡും എൻട്രി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ടെർമിനലിൽ കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിഷിംഗ് ടൂൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഷിംഗ് ടൂൾ. ഓക്കെ.